ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ നോമ്പൊക്കെ അല്ലേ, അപ്പോൾ ഡെയിലി എന്തെങ്കിലുമൊക്കെ എണ്ണക്കടികൾ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ നല്ല വായിലേക്ക് നല്ല രുചിയോടെ നോമ്പെന്നാൽ കഴിക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി കടയിൽ കിട്ടുന്ന മാതിരിയിലെ പഴംപൊരി നമുക്ക് തയ്യാറാക്കാം കേട്ടോ. കടയിൽ കിട്ടുന്ന പഴംപൊരി നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ ശരിയാണില്ല എന്ന് എല്ലാവരും പറയില്ലേ. അപ്പോൾ ശരിയാണ് രീതി ഞാനങ്ങ് പറഞ്ഞു തരാം. 2 കയ്യിൽ മൈദ എടുത്തിട്ട് അതിലോട്ട് 1 കയ്യിൽ കടലമാവ് എടുത്തിട്ട് കുറച്ച് സാൾട്ട്, ഉപ്പ്, കുറച്ച് പഞ്ചസാര കേട്ടോ. സോഡാപ്പൊടി യൂസ് ചെയ്യാം, പക്ഷേ ഞാൻ സോഡാപ്പൊടി യൂസ് ചെയ്യുന്നില്ല കേട്ടോ. സോഡാപ്പൊടി ഒന്നും കൂടി യൂസ് ചെയ്താൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനത് നല്ലോണം വെള്ളം ഒഴിച്ചങ്ങാണ്ട്, നല്ലോണമല്ല ഒരു പാകത്തിന് പഴത്തെ മുക്കിയെടുക്കാൻ അളവിൽ വെള്ളം ഒഴിച്ചങ്ങാണ്ട് നല്ല കുഴച്ചങ്ങാണ്ട് ഇതാ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ മാവ്. ഇനി ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. നമുക്ക് 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. അപ്പം ഞാനിതാ ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. എൻ്റെ പൊന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ നല്ലോണം പഞ്ചസാര അങ്ങനെ നല്ലോണം മിക്സ് ആക്കണം കേട്ടോ. എന്നിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനതാ വന്ന് നോക്കുമ്പോൾ കണ്ടോ ഒരു പതള മാതിരി പൊങ്ങി വരുന്നുണ്ട് മൈദ മാവ്, കൂട്ടി വെച്ച മാവ്. അങ്ങനെ ഞാൻ ചൂടായ എണ്ണയിലോട്ട് അങ്ങോട്ട് എടുത്തു കേട്ടോ. എൻ്റെ പൊന്നെ അടിപൊളി പഴംപൊരി കേട്ടോ. കടയിൽ കിട്ടുമ്പോൾ കടയിലത്തെ മാതിരി നമ്മൾ വീട്ടിൽ ചെയ്താൽ വരില്ല പറയില്ലേ. ഇതിൽ ഏലക്കപ്പൊടിയോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഏലക്കപ്പൊടി ഇട്ടാൽ അത്ര രസമല്ല. പക്ഷേ കടയിൽ നിന്ന് വാങ്ങുന്ന പഴംപൊരി ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു ടേസ്റ്റിലാണ് ഈ ഒരു പഴംപൊരി. ഇങ്ങനെയാണ് കേട്ടോ അവർ തയ്യാറാക്കണേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ എണ്ണയിലിട്ട പഴംപൊരി അങ്ങനെ പൊന്തി വന്ന് നല്ല സോഫ്റ്റായിട്ട്, മഞ്ഞപ്പൊടി അധികം ആൾക്കാരും മഞ്ഞപ്പൊടിയൊക്കെ ഇടും കേട്ടോ പഴംപൊരിയിൽ മഞ്ഞപ്പൊടി ഇടേണ്ട ഒരാവശ്യമില്ല കേട്ടോ. മഞ്ഞപ്പൊടിയൊന്നും ഇടേണ്ട ആവശ്യമില്ല. മഞ്ഞപ്പൊടി ഇല്ലാതെ തന്നെ അത് മഞ്ഞ കളറായിരിക്കും കുറച്ച് കടലമാവ് ഇട്ട് കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഇതാ അടിപൊളി സോഫ്റ്റായിട്ടുള്ള പഴംപൊരി റെഡി. അപ്പോൾ നോമ്പ് സ്പെഷ്യലിന് ഇങ്ങനെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയും ഒരിക്കലും മടുപ്പ് വരില്ല കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാ പഴംപൊരിയും ചുട്ടെടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നോമ്പ് സ്പെഷ്യലായിട്ട് ഡെയിലി സ്നാക്സും ഓരോരോ ഐറ്റംസ് ഉണ്ടാക്കുന്ന നേരം 2 പഴം എനർജി നല്ലതാണ് കേട്ടോ. നേന്ത്രപ്പഴം കഴിക്കണം നല്ലതാണ്. അപ്പോൾ പഴംപൊരിയായിട്ട് എണ്ണയിലിട്ട് ചുട്ടെടുത്ത അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ എൻ്റെ റെസിപ്പി പോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടോ അടിപൊളി സോഫ്റ്റായ പഴംപൊരി കണ്ടോ. നല്ല പൊള്ളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. കഴിക്കാൻ നല്ല ഉഷാറാണ്. നോമ്പറക്കുമ്പോഴൊക്കെ കഴിക്കാൻ ഭയങ്കര ഉഷാറാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോസ് കാണാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ് ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം.